എൻ്റെ ചിക്കുവിൻ്റെ കളിക്കൂട്ടുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ അതെൻ്റെ പപ്പായാണെന്ന് പറയാം കേട്ടോ. അതായത് അവൻ്റെ അപ്പായി. അവനൊരു 1.5 മാസം ഉള്ളപ്പോൾ പപ്പ മടിയിലിരുത്തി പാട്ട് പാടി കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. പപ്പ പാട്ട് പാടി കൊടുക്കുന്നത് എത്ര നേരം വേണേലും കണ്ണ് ചിമ്മാണ്ട് മുഖത്തോട് നോക്കി അങ്ങനെ ഇരിക്കുമായിരുന്നേ പപ്പയുടെ മടിയിൽ. പിന്നെ കുറച്ചും കൂടെ വലുതായപ്പോൾ എൻ്റെ പപ്പ പുല്ലുവെട്ടി വന്നപ്പം പപ്പയുടെ തലയിൽ കെട്ടിയതുപോലെ എനിക്കും കെട്ടിത്താ എന്ന് പറഞ്ഞപ്പോൾ പപ്പ കെട്ടിക്കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ വിളിച്ചുകൊണ്ട് പോകുന്ന ഒളിച്ച് കളിക്കാൻ വേണ്ടിയിട്ടാണ്. ബാ ഒളിച്ച് കളിക്കാം പപ്പ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകുന്നതാണ് ആ കാണുന്നത്. അവൻ തന്നെ ഒരു സ്ഥലത്ത് കൊണ്ട് ഒളിപ്പിക്കും, എന്നിട്ട് അവൻ തന്നെ വന്ന് ഓടിപ്പോയി കണ്ടുപിടിക്കും കേട്ടോ. കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഉള്ളൊരു ചിരിയുണ്ടല്ലോ, അത് നമ്മൾ നോക്കി നിന്നു പോകും കേട്ടോ. പപ്പ എത്ര മടുത്തിട്ടാണ് പുല്ലുവെട്ടി വന്നതെങ്കിലും അവൻ മുറ്റത്ത് നിന്ന് കളിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ഒപ്പം ഒന്ന് കളിച്ച് അവനെ ഒന്ന് കൊഞ്ചിച്ചിട്ടാണ് പിന്നെ അടുത്തതിന് പോകാറുള്ളൂ. അപ്പോൾ അവനും അതിന് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ പപ്പ വരുന്നത് നോക്കി മുറ്റത്തിരിക്കും കേട്ടോ. പിന്നെ പപ്പ ഒന്ന് കിടക്കുകയാണെങ്കിൽ അതിനൊന്നും സമ്മതിക്കാറില്ല. പിന്നെ പപ്പേനെ ഉരുട്ടലായി മറിക്കലായി മാന്തലായി പപ്പേനെ എന്നൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവൻ അവിടെ ഇരുന്ന് ചെയ്യും കേട്ടോ. പപ്പയ്ക്ക് ഉച്ചയ്ക്ക് ഒരു ഉറക്കമുള്ളതാണ്, അതൊന്നും ഉറങ്ങാൻ പോലും അവൻ സമ്മതിക്കുകയില്ല കേട്ടോ. കാരണം പപ്പേനെ ഇങ്ങനെ ഉരുട്ടി മറിക്കുകയാണല്ലോ. അവൻ എന്ത് പോക്കിരിത്തരം ഒപ്പിച്ചാലും പപ്പ ഒന്നും പറയില്ല എന്നൊരു ഉറപ്പാണ് അവൻ്റെ ഈ കളികളുടെ കാരണം. പിന്നെ അവന് ഫുട്ബോൾ ഒത്തിരി ഇഷ്ടമാണ്. വീട്ടിൽ ഫുട്ബോൾ ഉണ്ടായിരുന്നുകൊണ്ടാണോ എന്നറിയില്ല, അവന് ബോളുകളാണ് ഇഷ്ടം. ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ അവൻ ആദ്യം പറയുക ബോൾ വേണമെന്നാണ്. കുറച്ചും കൂടി ഒന്ന് വലുതായപ്പോൾ പപ്പേനെ സഹായിക്കലാണ് ഏറ്റവും വലിയ പണി അവൻ്റെ. പപ്പ പശുവിനെ കുളിപ്പിക്കുവാണെങ്കിൽ പൈപ്പ് പിടിച്ചു കൊടുക്കാനും പുല്ലിട്ട് കൊടുക്കാനും വയലിൽ പശുവിനെ കൊണ്ടുപോകാനും എല്ലാത്തിനും ഒത്തിരി ഉത്സാഹമാണ്. എവിടെയെങ്കിലും പോകാടാ വീട്ടിൽ നിന്ന് പറയുവാണെങ്കിൽ പറയും, എൻ്റെ അപ്പായി ഒറ്റയ്ക്കല്ലേ, അപ്പായി ഒറ്റയ്ക്ക് പണിയെടുക്കണ്ടേ, ഞാൻ വരില്ല, നിത്യ പൊക്കമെന്നാണ് പറയാറ്. അത്രയും ഇഷ്ടമാണ് അവൻ അപ്പായുടെ കൂടെ പണിയെടുക്കാനും അപ്പായുടെ ഒപ്പം എല്ലാം ചെയ്യാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റ ബൈ ബൈ, സി യു.